ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ദേ ഈ കാണാൻ പോകുന്നത്. ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അപ്പം ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ ഒന്ന് കഴിച്ചിട്ട് ഇനിയും എഡിൻബറ സിറ്റി സെൻറ്ററിൽ പോകണം എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഡബിൾ ട്രീ ബൈ ഹിൽട്ടൻ്റെ ഹോട്ടലാണ്. അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പിലുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. പിന്നെ നല്ല ക്ലീൻ ആയിരുന്നു. ഇവിടെ മിക്ക ഉള്ളിടത്തും നമുക്ക് നല്ല 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 ഹോട്ടൽസ് തന്നെയാണ് കിട്ടുന്നത്. ക്ലെൻലിനെസ്സിനകത്ത് ഇവിടെ അങ്ങനെ കോംപ്രമൈസ് വരുത്താറില്ല ഒരിക്കലും. അങ്ങനെ ഞങ്ങൾ ദേ ഇവിടെ ഒന്ന് വന്ന് സാധനങ്ങളെല്ലാം വെച്ച് ഇനിയും അടുത്തുള്ള ഫുഡ് കഴിക്കുന്ന എവിടെയെങ്കിലും പോകണം എന്നുള്ളതാണ് അടുത്ത പ്ലാൻ. ദേ കേർട്ടൻസ് മാറ്റി നോക്കിയപ്പം നമുക്ക് ദേ ഇങ്ങനെ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഫുള്ള് കാടായിരുന്നു. ഏകദേശം ഒരു 3-3:30 മണിയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ വിശപ്പ് ഒരു രക്ഷയില്ലായിരുന്നു, സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം നേരെ ഇപ്പം എഡിൻബറ ആണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു പ്ലാൻ. അപ്പോൾ ഹോട്ടലിൽ നിന്നപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു ബ്രിഡ്ജ്, ആ ബ്രിഡ്ജ് കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ അതിന് പാരലലായിട്ട് വേറെ 2 ബ്രിഡ്ജസും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 ബ്രിഡ്ജസാണ് കേട്ടോ ഇത്. ശരിക്കും ഇതിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിക്ചേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് ഫീർത്ത് ഓഫ് ഫോർത്ത് എന്നാണ്. ഫീർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമുഖമാണ്. ശരിക്കും ഈ റിവർ ഫോർത്ത് ചെന്ന് എത്തുന്നത് നോർത്ത് സീയിലോട്ടാണ്. അപ്പം അതാണ് എന്താ പറയുന്നത്, ഫീർത്ത് ഓഫ് ഫോർത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. അപ്പം നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്രിഡ്ജിൻ്റെ പേരാണ് ക്വീൻസ് ഫെറി. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ പേരാണ് ഫോർത്ത് റോഡ് ബ്രിഡ്ജ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു റെഡ് കളർ ബ്രിഡ്ജ് ഇല്ലേ, അതിനെയാണ് ഫോർത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫോർത്ത് ബ്രിഡ്ജിലെ ആ ഏറ്റവും അങ്ങേയറ്റത്ത് കാണുന്ന ആ ഒരു റെഡ് കളർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് 1890 വന്നതാണ്. പിന്നെ അതുപോലെ ആ കാണുന്ന സസ്പെൻഷൻ, തൊട്ടിപ്പുറത്ത് കാണുന്ന സസ്പെൻഷൻ ബ്രിഡ്ജ് 1964 അതുപോലെ ഈ ക്വീൻസ് ഫെറി ക്രോസിംഗ് വന്നിരിക്കുന്നത് 2017 അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് എഡിൻബറ സിറ്റി സെൻറ്ററിലോട്ടാണ്. അപ്പോൾ സിറ്റി സെൻറ്റർ എടുക്കാറായപ്പോൾ ഞങ്ങൾ അപ്പോഴും ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു കാറിൽ പോകണോ അതോ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണോ നല്ലത്. നമുക്കൊരു സ്ഥലത്ത് എത്തുമ്പോഴല്ലേ കൂടുതലും അറിയുന്നേ. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടതാണ് കേട്ടോ, ഇങ്ങനെയുള്ള മോഡേൺ ബിൽഡിങ്സ് ഇവിടെ വളരെ ചുരുക്കമേ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. കൂടുതലും ഇതേ ഒരു കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷനാണ് നമുക്ക്, പ്രത്യേകിച്ച് സിറ്റി സെൻറ്ററിൽ അതുപോലത്തെ കൺസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നേരെ സിറ്റി സെൻറ്ററിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് ആ ഓരോ കെട്ടിടങ്ങൾ കാണാനും, അതുപോലെ നിറയെ മരങ്ങളും എല്ലാം ഭയങ്കര വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സിറ്റിയാണ്. ഈ ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി കാറിൽ മുന്നിലോട്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത്. പിന്നെ നമ്മൾ സെൻട്രലിലോട്ട് എത്തുമ്പം നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. സോ ഞങ്ങൾ വിചാരിച്ചു അടുത്തൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പിന്നെ ബസ്സിൽ കയറി സിറ്റി സെൻറ്ററിൽ പോകാമെന്ന്. അപ്പോൾ അതാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അപ്പോൾ പാർക്കിങ്ങും കാര്യങ്ങളും കുറച്ചും കൂടെ കിട്ടുന്ന ഒരു സമയമാണ്. അങ്ങനെ നമ്മൾ കാറ് ഇടാനായിട്ടൊരു സ്ഥലം കണ്ടെത്തി നമ്മൾ ഇപ്പോൾ ബസ് കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബസ് കയറി ഇരുന്നപ്പോഴാണ് മനസ്സിലായത് ശരിക്കും നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ, വെറുതെ കാശ് കളഞ്ഞതാണെന്ന്. എന്തായാലും ഒരു 2-3 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സിറ്റി സെൻറ്റർ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പം ആ റൈറ്റിൽ കാണുന്ന ആ മേളിലുള്ള ആ ഒരു സംഭവമില്ലേ, അതാണ് ശരിക്കും എഡിൻബറ കാസിൽ എന്ന് പറയുന്നത്, ദ മോസ്റ്റ് ഫേമസ് എഡിൻബറ കാസിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് അത് ശരിക്കും നല്ല മുകളിലോട്ടാണ് കേട്ടോ. അപ്പോൾ
നമുക്ക് അങ്ങോട്ട് പോവാം. അതിനു മുന്നേ എന്തായാലും നമുക്ക് സിറ്റി സെൻറ്ററിലെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കാണാം. ഇപ്പുറത്തെ സൈഡിൽ കൂടുതലും കുറച്ച് മോഡേൺ ബിൽഡിങ്സ് കാണാൻ പറ്റുമെങ്കിലും മെജോറിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേപോലത്തെ ബിൽഡിങ്സ് തന്നെയാണ്. എഡിൻബ്രയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് 112 പാർക്കുകൾ മാത്രമുണ്ട്. 112 പാർക്കുകളുണ്ടെന്ന് ആലോചിക്കണം. ഇതൊരു വലിയൊരു സിറ്റിയാണ്. സ്റ്റിൽ പച്ചപ്പിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സ്ഥലം കൂടിയാണ്. ഒരുപാട് കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാരി പോട്ടർ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു സിറ്റി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഹാരി പോട്ടർ സീരീസ് കണ്ടവർക്കാണെങ്കിലും മനസ്സിലാവും എന്തുകൊണ്ടാണ് അതിനകത്തെ ഓരോ സ്ഥലങ്ങളും ഓരോ കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഇത്രയും പ്രത്യേകത എന്ന്. കാരണം JK റൗളിംഗ് ഹാരി പോട്ടർ ശരിക്കും എഴുതിയത് നമ്മളിപ്പം കാണാൻ പോകുന്ന ഒരു കഫേ ഉണ്ട്, എലിഫൻറ്റ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു കഫേയിൽ ഇരുന്നിട്ടാണ് പുള്ളിക്കാരി അത് എഴുതിയത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള കാസിലുകളും കാര്യങ്ങളും നല്ല ഭംഗിയുള്ള ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. മറ്റെല്ലാത്തതിനേക്കാളും ഒരു പ്രത്യേകതയാണ് ശരിക്കും സ്കോട്ട്ലൻഡിന് ഉള്ളത്. അപ്പം ഞങ്ങൾ എല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ സുവനീർ കളക്ട് ചെയ്യും. അങ്ങനെ നമ്മളൊരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്കോട്ട്ലൻഡ് സുവനീർ എന്തായാലും എടുത്തു. അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു സംഭവമാണ് സ്കോട്ടിഷ് വിസ്കി. പണ്ട് കാലം മുതലേ തന്നെ ഈ ഒരു വിസ്കി ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഒരു ഹിസ്റ്റോറിക് ഹബ്ബായിട്ട് തന്നെയാണ് സ്കോട്ട്ലൻഡിനെ അറിയപ്പെടുന്നത്. ഇത് കണ്ടോ, ദ സ്മോളസ്റ്റ് ബോട്ടിൽ ഓഫ് വിസ്കി ഇൻ ദ വേൾഡ്. ഇത്രയും കുട്ടി ബോട്ടിലെ വിസ്കി ആർക്ക് കൊടുക്കാനല്ലേ? പക്ഷേ എന്തായാലും നമുക്ക് പല വെറൈറ്റിയിൽ ഈ ഒരു വിസ്കി സ്റ്റോർ ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. കുറേ ആനിമൽസിൻ്റെ രൂപമുള്ളത്, ഗ്ലോബ്, അങ്ങനെ പല തരത്തിൽ ഈ വിസ്കിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ആ ഒരു മൃഗത്തിൻ്റെ കൊമ്പ് കണ്ടോ, ആ കൊമ്പിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു മഗ് രൂപത്തിലുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. പക്ഷെ അതിൻ്റെ വില 3500 തൊട്ടാണ് തുടങ്ങുന്നത് ഇവിടുത്തെ. പിന്നെ അതുപോലെ തന്നെ 3500 തൊട്ട് അത് 10,000-10,000 രൂപയ്ക്ക് വരെ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ ഇതേപോലെ പല തരത്തിലുള്ള ഭയങ്കര ഭംഗിയായിട്ടാണ് അതിനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഒരു മാൻ്റെ രൂപത്തിലുള്ള, അതിനകത്തും വിസ്കി തന്നെയാണ്. പല വിലയിലുള്ളതും 6 ലക്ഷം, 7 ലക്ഷം, 10 ലക്ഷം രൂപ വരെയുള്ള സ്കോട്ടിഷ് വിസ്കികൾ നമ്മളവിടെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു പുള്ളിൻ്റെ ഒരു കാര്യം കണ്ടത്. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഇവിടുത്തെയൊക്കെ സ്ട്രീറ്റ്സിൽ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. ഇങ്ങനെ ഒരുപാട് കഴിവുള്ള ആൾക്കാർ കാണും. ചിലപ്പോൾ മാജിക് ആയിരിക്കും, ഡാൻസ് ആയിരിക്കും, തീ വെച്ചിട്ടുള്ള കളികളായിരിക്കും, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ആൾക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും, അവർക്ക് പൈസ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. സാൻഡ്സ്റ്റോൺ കളറിലുള്ള ബിൽഡിങ്ങിൻ്റെ പല ഭാഗങ്ങളും കറുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു mid-20s വരെ കോളാണ് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് അറ്റ്മോസ്ഫിയറിൽ കലങ്ങി അങ്ങനെയാണ് അതിൻ്റെ റെസിഡ്യൂ ആയിട്ടാണ് ഈ ബ്ലാക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സാൻഡ്സ്റ്റോൺ കളർ ബിൽഡിങ്ങിനകത്ത് വരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. നാട്ടിൽ ഏകദേശം 6 ലക്ഷം രൂപയോളം വില മതിക്കുന്ന ഒരു വിസ്കിയാണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ സ്കോട്ട്ലൻഡിന് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇത്. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടന്നിട്ട് തീരാത്ത അത്രയും വലിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. 2 സൈഡിലും നിറയെ കടകളുണ്ട്. ആ കടകളിലൊക്കെ കൂടുതലും ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ മാത്രം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ സ്കാർഫ്, പിന്നെന്താ നിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, പിന്നെ കൂടുതലും ഈ വിസ്കി കടകൾ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ ഞങ്ങളിത് ഇഷ്ടമുള്ള കടകളിലൊക്കെ കയറി അങ്ങനെ ഇതുവഴി ഇങ്ങനെ നടക്കുകയാണ്.
ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹാരി പോട്ടർ സീരീസിനകത്ത് ഒരു മാജിക്കൽ ഷോപ്പിംഗ് സ്ട്രീറ്റ് കാണിക്കുന്നുണ്ട്, ഡാഗൺ ആലി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സംഭവത്തിൻ്റെ ഇൻസ്പിറേഷൻ തന്നെ ഈ ഒരു വിക്ടോറിയസ് സ്ട്രീറ്റ് ആണ്. അപ്പം നമ്മൾ മേളിൽ നിന്നിട്ടാണ് ഇപ്പം വിക്ടോറിയ സ്ട്രീറ്റ് കണ്ടത്. ഇപ്പം താഴോട്ട് പോവാണ്. അവിടെയുള്ള ഒരു കഫേ, എലിഫൻറ്റ് കഫേ എന്ന് പറഞ്ഞിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അകത്തൊന്നും കയറിയില്ല. ആ എലിഫൻറ്റ് കഫേയിൽ ഇരുന്നിട്ടാണ് ഹാരി പോട്ടർ ജെ.കെ. റൗളിംഗ് എഴുതിയത് തന്നെ. എന്തുകൊണ്ടാണ് ഹാരി പോട്ടർ ഇത്രയും ഭംഗിയായിട്ടും ഇത്രയും പോപ്പുലറായിട്ടും അല്ലെങ്കിൽ ഇത്രയും പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നും ആൾക്കാരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവമായിട്ട് നിൽക്കുന്നതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു വലിയ കാരണം ഈ ഒരു സിറ്റി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ആ ഒരു സ്ട്രീറ്റിൻ്റെ എൻഡിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ദേ ഇവിടെ നിന്ന് എഡിൻബറ കാസിൽ കാണാം. അത്യാവശ്യം കുറച്ച് ഒരു മലമുകളിലാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്ന് കയറാനുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നാളത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൾക്കാരുടെ ബഹളം ഇഷ്ടപ്പെടാനാണോ എന്നറിയില്ല കേട്ടോ. 2 പേര് അവിടെ നിന്നിട്ട് ഉറക്കെ എന്താണ്ടൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അവരെ നോക്കി ഞങ്ങൾ നിന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.